إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരന്മാരെ, സഹോദരികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. ഈ ദുനിയാവിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടത് തന്നെ ലിഉതിമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവത്തെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, അസ്സലു ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും അധികം കനം തൂങ്ങുന്നത് നന്മകളുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് ഏറ്റവും അധികം കനം തൂങ്ങുന്നത് അത് ഖുലുഖുൻ ഹസനുൻ, അത് സൽസ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി.
ഓരോ ഖുതുബകളും നാം തുടങ്ങുമ്പോൾ ആദ്യത്തിൽ ഓതി വെക്കുന്ന ആയത്തുകളിൽ നാം ഓതിയതാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഖൂലു ഖൗലൻ സദീദ, ഏറ്റവും നല്ല സദീദായ മധുരമുള്ള സംസാരങ്ങളായിരിക്കണം നിങ്ങളുടെ നാവിൽ നിന്ന് വരേണ്ടത് എന്ന് ഓരോ ഖുതുബകളിലും നാം കേൾക്കുന്നവരാണ്. ഈ ആയത്തുകളെല്ലാം നമ്മെ കൊണ്ടെത്തിക്കുന്നത് അത് ഏറ്റവും നല്ല സൽസ്വഭാവികളായ ആളുകളാക്കി നമ്മളെ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവത്തിൽ നാം സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മളുടെ കോപം എന്നുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനി അൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനം പ്രവാചകരെ അതെനിക്ക് പഠിപ്പിച്ചു തരൂ, എനിക്ക് അറിയിച്ചു തരൂ. ദുല്ലനി, എനിക്ക് അറിയിച്ചു തരൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, നീ ദേഷ്യപ്പെടരുത്. വലകൽ ജന്ന, അങ്ങനെയാണെങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് എത്താം, അതിൽ നിനക്ക് സ്വർഗമുണ്ട്. നീ കോപിക്കാതിരുന്നാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. മറ്റൊരു സ്വഹാബി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, അന്നഹു സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനോട് ചോദിക്കുകയാണ്, മാ യുബാഇദുനി മിനൽ ഗളബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ കോപം എന്നിൽ നിന്ന് മാറിപ്പോകുന്ന, അകറ്റുന്ന ഒരു കാര്യത്തെ റസൂലേ താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരുമോ, അറിയിച്ചു തരുമോ? അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, നീ ദേഷ്യപ്പെടരുത്. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ കോപം നിന്നിൽ നിന്ന് മാറിപ്പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഒരൊറ്റ വാക്കിൽ നാം പറയുമ്പോ കോപം ഇല്ലാതാക്കുക എന്ന് നാം പറയുമ്പോഴൊക്കെ അത് എളുപ്പമാണ്. എന്നാൽ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്ന വിഷയത്തിൽ നമുക്കൊക്കെ അറിയാം അത് ഏറെ പ്രയാസകരമായ ഒരു സംഗതിയാണ്. എന്നാൽ പല ആളുകളും ചോദിക്കും, നമ്മളോട് കയർത്ത് സംസാരിക്കുന്ന ആളുകൾ അവരോട് തിരിച്ചും അതുപോലെ നമ്മൾ പ്രതികരിക്കേണ്ടതില്ലേ? അവിടെ നാം ദേഷ്യം കാട്ടേണ്ടതില്ലേ? അവിടെയാണ് സൂറത്തു ഫുസ്സിലത്തിലെ 34-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയാവുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നന്മ കൊണ്ട് നിങ്ങൾ ആ തിന്മയെ തടുക്കുക. അതുകൊണ്ട് തിന്മയും നന്മയും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല, ഒന്നല്ല, സമമാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഘട്ടങ്ങളിലെല്ലാം ക്ഷമാലുക്കളായി കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു വിശ്വാസി പാലിക്കേണ്ട ഏറ്റവും നല്ല ഒരു സ്വഭാവം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫുസ്സിലത്തിലെ 35-ാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം, വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. വിശ്വാസികളുടെ സ്വഭാവം അത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് സ്വഭാവത്തിൽ ക്ഷമാലുക്കളായി മാറുവാൻ സാധിക്കുക അത് മഹാഭാഗ്യവാന്മാർക്ക് മാത്രമാണ്. ആ ഒരു അവസ്ഥ അത് വിശ്വാസികളുടെ സ്വഭാവമാണ്. നല്ല സൽസ്വഭാവമുള്ള വിശ്വാസികളുടെ സ്വഭാവമാണ് ക്ഷമാലുക്കളായി ഏത് വിഷയങ്ങളിലും പക്വതയോടുകൂടി നിലകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക. അത് കിട്ടണമെങ്കിൽ അത് വിശ്വാസികൾക്ക് മാത്രമാണ്. അത് മഹാന്മാരായ
മഹാന്മാരായ സൗഭാഗ്യവാന്മാർക്ക് കിട്ടുന്ന ഏറെ പരിശ്രമത്തിന് ശേഷം കിട്ടുന്ന ഒന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. സൂറത്ത് ആൽ ഇംറാൻ അവിടെയും മുത്തഖീങ്ങളുടെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ സ്വഭാവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് കാണാം. സൂറത്ത് ആൽ ഇംറാനിന്റെ 134ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന യൂഫിഖൂന ഫിസ്സറാഇ വല്ലറാ. വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ അവരുടെ ജീവിതം കഴിയേണ്ടി വരുന്നു. അതിലൊക്കെ അവരുടെ ജീവിതം അവർ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. എന്നിട്ടോ വൽ കാദിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വൽ കാദിമീനൽ ഗൈള. ഇനി വിശ്വാസികളുടെ സ്വഭാവമായി അടുത്തത് അല്ലാഹു പറഞ്ഞത് ദേഷ്യം അടക്കി വെക്കുന്നവരാണ് അവർ. ദേഷ്യമില്ലാത്തവരല്ല, അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവരല്ല, ദേഷ്യം കാണിക്കാതിരിക്കുന്നവരല്ല. കാരണം എന്താ? മനുഷ്യ സ്വഭാവമാണ് കോപമുണ്ടാകും, ദേഷ്യമുണ്ടാകും. അവിടെയാണ് അല്ലാഹു പറഞ്ഞത് വൽ കാദിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ്. ദേഷ്യത്തെ അടക്കി പിടിക്കുകയും വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് വിശ്വാസികൾ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയാണ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹുവിനേറെ ഇഷ്ടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. അപ്പൊ അവിടെയും കോപം അത് അടക്കി വെക്കുക, ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ചരിത്രത്തിൽ സലഫുകളുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ അദ്ദേഹം ഇരിക്കവേ ഒരു പരിചാരികയായ ഒരു കുട്ടി അദ്ദേഹത്തിന് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കെ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ പാത്രം ഇങ്ങനെ വഴുതിപ്പോയി. ഒരൽപ്പം കനമുള്ള പാത്രമാകാം. അല്ലാഹു അലം. അങ്ങനെ ആ പാത്രം അദ്ദേഹം അടിയിലിരിക്കണം. അങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ പാത്രം ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് പോകാണ്. ആ പാത്രം പോയി നേരെ അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന് പതിക്കാൻ. സ്വാഭാവികമായും വേദന എടുക്കും. അദ്ദേഹത്തിന് അവിടെ തിരിച്ച് മേലോട്ട് നോക്കി അദ്ദേഹത്തിന് ഒരു കോപം ഇങ്ങനെ വരും. ആ ദേഷ്യം വരുന്ന വഴിക്ക് ആ പെൺകുട്ടി പറഞ്ഞു എന്നാണ് വൽ കാദിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഈ ആയത്ത് ആ പെൺകുട്ടി ഓതിയതാണ്. അപ്പൊ തന്നെ മഹാനായ അലി ഇബ്നു ഹുസൈൻ അദ്ദേഹം പറഞ്ഞു എന്റെ ദേഷ്യം ഇതാ ഞാൻ അടക്കി പിടിച്ചിരിക്കുന്നു. ആൽ ഇംറാനിലെ ആയത്ത് ആ പെൺകുട്ടി ഓതി. അതോടുകൂടി അദ്ദേഹം പറയാണ് ഞാനിതാ എന്റെ ദേഷ്യം ഇതാ അടക്കി പിടിച്ചിരിക്കുന്നു. അവർ വിശ്വാസികൾ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണ്. അദ്ദേഹം പറഞ്ഞു നിനക്ക് താ ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഏറെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു നിനക്ക് പോകാം. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നെ ഞാനിതാ ഇന്നു മുതൽ ഫ്രീ ആക്കിയിരിക്കുകയാണ്, സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്. നിനക്ക് പോകാം. ആരാ പ്രഖ്യാപിക്കുന്നത്? മഹാനായ അലി ഇബ്നു ഹുസൈൻ. അവിടെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതത്തിലൊക്കെ ആ ഒരു സ്വഭാവം അവർ കൈക്കൊണ്ടിരുന്നു എന്ന് നമുക്കിവിടെ കാണാം. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് അന്ന റജുലൻ ശതമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഒരു മനുഷ്യൻ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാലിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. ഫജഅല നബിയു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് ഈ കാഴ്ച. ഒരു മനുഷ്യൻ ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പൂർണ്ണമായും ക്ഷമ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. യഅജബു വയതബസ്സം. റസൂലുള്ളാഹി ഈ കാഴ്ച കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പുഞ്ചിരിക്കുന്നതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. ഫലമ്മ അക്സറ റദ്ദ അലൈഹി ബഅദൽ ഖൗൽ. എന്നാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു
തിരിച്ചെന്തോ പറഞ്ഞു. ആ അബൂബക്കർ റളിയല്ലാഹുവിനെ പറഞ്ഞിരുന്ന ചീത്ത പറഞ്ഞിരുന്ന വ്യക്തിയോട് തിരിച്ച് അബൂബക്കർ റളിയല്ലാഹു എന്തോ പറഞ്ഞു. ഫഖളിബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എണീറ്റു. എന്നിട്ട് പറഞ്ഞു, യാ അബൂബക്കർ, അല്ലയോ അബൂബക്കർ, നീ ചെയ്തത് ശരിയല്ല എന്ന രൂപത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിനോട് തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക് കാണാം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കാന നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ വന്നുകൊണ്ട് എന്നെ ചീത്ത വിളിച്ചത് താങ്കൾ കണ്ടതാണ്. എന്നാൽ ആ സമയത്തൊന്നും താങ്കൾ ഒന്നും പറഞ്ഞില്ല. എന്നാൽ തിരിച്ച് ഞാൻ ആ വ്യക്തിയോട് എന്തോ പറഞ്ഞപ്പോ താങ്കൾ എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. താങ്കൾ അവിടെ നിന്ന് എണീറ്റു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി കാണാം. ഇന്നഹു കാന മഅക മലക്കുൻ. അബൂബക്കർ, നീ ക്ഷമയോടുകൂടി അവിടെ ഇരിക്കുന്ന സമയത്തോളം നിന്റെ കൂടെ മലക്കുണ്ടായിരുന്നു. യറുദ്ദു അൻക ഫലമ്മാ റദത്ത അലൈഹി ബഅദ ഖൗലിഹി. എന്നാ തിരിച്ച് നീ ആ വ്യക്തിയോട് തർക്കിക്കാൻ പോയപ്പോ, തിരിച്ച് മറുപടി പറയാൻ പോയപ്പോ വകഅ ശൈത്താൻ, അവിടെ പിശാച് വന്നു. ഫലം അകുൻ ലഅഖഅദ മഅ ശൈത്താൻ, ഞാൻ പിശാചിന്റെ കൂടെ ഇരിക്കാറില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ ദേഷ്യം എന്നുള്ളത്, കോപം എന്നുള്ളത് അത് അടക്കി പിടിച്ചുകൊണ്ട് പക്വതയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് കാണാം. യാ അബൂബക്കർ, അല്ലയോ അബൂബക്കർ, സലാസുൻ കുല്ലുഹുന്ന ഹഖ്ഖുൻ. മൂന്ന് കാര്യങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മൂന്ന് കാര്യങ്ങൾ സത്യമാണ്. അതിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ നമ്മളോട് കോപിക്കുകയും എന്നാൽ തിരിച്ചവിടെ മൗനം പാലിച്ചുകൊണ്ട് ക്ഷമാലുക്കളായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അങ്ങനെ ക്ഷമ പാലിക്കുന്ന ആൾക്ക് അല്ലാഹു ഒരുപാട് പ്രതിഫലം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മളുടെ കോപം അത് നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം. അൽ അജലതു മിനശ് ശൈത്താൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അൽ അജൽ, എന്താണ് അജൽ? പെട്ടെന്നുള്ള എടുത്തുചാട്ടം. ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുക, അതെല്ലാം അജൽ, സ്പീഡ് എന്നുള്ളത് അത് മിനശ് ശൈത്താൻ, അത് പിശാചിൽ നിന്നാണ്. എന്നാൽ അവധാനത അത് അല്ലാഹുവിൽ നിന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോ അല്ലെ പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ കോപിതനായി സംസാരിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ വിശ്വാസികളുടെ അടയാളം എന്നുള്ളത് അല്ലാഹു പഠിപ്പിച്ചത് അത് കോപത്തെ അടക്കി വെക്കുന്നവരും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകളുമാണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളം ഉപദ്രവിച്ചു. എന്നാൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തിരിച്ച് ചീത്ത പറഞ്ഞു? ഒരിക്കലുമില്ല. എന്തൊക്കെ തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചോ, തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്ക് കൊണ്ട് പോലും മക്കക്കാരെ, മുശ്രിക്കീങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദ്രവിച്ചിട്ടില്ല, ദുഃഖിപ്പിച്ചിട്ടില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അവസാനം ഫത്ഹു മക്ക, ആ മക്ക കീഴടക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വിചാരിച്ചു, ഇതാ പ്രവാചകൻ മുഹമ്മദ് മക്ക കീഴടക്കിയിരിക്കുകയാണ്, ഇനി ഞങ്ങളൊക്കെ കൊല്ലും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അവർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് കൊടുക്കണം. സമാധാനത്തിന്റെ മതം അവിടെ തെളിയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പാഠമാണ് നമ്മളിൽ ഉള്ളിലും നമുക്കുണ്ടാകേണ്ടത് എന്നുള്ളതാണ്.
മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഔസീനി, പ്രവാചകരെ എന്നെ ഒന്ന് ഉപദേശിക്കണം, ഒരു ഉപദേശം നൽകണം. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്നുള്ളതാണ്. കാരണം പ്രിയമുള്ളവരെ, ഒന്നാമത് നമ്മൾ കോപിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നത് നമ്മളുടെ നിയന്ത്രണമാണ്. സലഫുകൾ പറയുന്നത് നമുക്ക് കാണാം, അങ്ങനെ നമ്മൾ കോപിക്കാൻ ഇടയുണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണം അത് നമ്മളിൽ നിന്ന് വിട്ടുപോകും. പിന്നെന്താ സംഭവിക്കുക? ആ മനുഷ്യൻ ഒരുപക്ഷെ നമ്മളോട് രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ അത് ആ പരസ്യമാക്കി നമ്മൾ അവിടെ വെച്ച് ആ കോപത്തിൽ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. നാം പറയുന്ന, നാം പ്രവർത്തിക്കുന്ന എല്ലാ ദുഷിച്ച കാര്യങ്ങളും നമ്മളുടെ നാവുകളിൽ നിന്നുണ്ടാകും. അതുപോലെ തന്നെ നാവിന് ഒരുപാട് കാര്യങ്ങൾ അല്ലെ, കോപം കൊണ്ട് നാവിന്റെ അടയാളങ്ങൾ എന്താ ഉണ്ടാകുക? നമ്മൾ ചീത്ത പറയും നാവ് കൊണ്ട്, ചീത്ത വർത്തമാനങ്ങൾ ആ നാവ് പറയേണ്ടി വരും. അങ്ങനെ മോശമായ വാക്കുകൾ നമ്മൾ ആ സമയത്ത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നില്ല, മറിച്ച് ആ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോകുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മളുടെ ശരീരം, സമൂഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെ, ആ കോപത്തിൽ ഒരുപക്ഷെ ഉപദ്രവിച്ചേക്കാം. കൊലപാതകം നടന്നേക്കാം, ശിക്ഷ നടന്നേക്കാം. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സമൂഹത്തിനുണ്ടാകുന്ന അപകടങ്ങൾ, തർക്കങ്ങൾ, വഴക്കുകൾ, ഗ്രൂപ്പിസങ്ങൾ, സമൂഹത്തിൽ തമ്മിലുള്ള പിളർപ്പുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും എന്ന് ചരിത്രത്തിൽ സലഫുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് അത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം പിശാച് ലക്ഷ്യം വെക്കുന്നത് ആളുകൾക്കിടയിലുള്ള ശത്രുതയാണ്. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 91-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്, ഇന്നമാ യുരീദു ശൈത്താൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാകണം എന്നുള്ളതാണ് പിശാച് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ആ ശത്രുത ഉണ്ടാക്കുന്ന ഒരവസ്ഥ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ് നാം വേണ്ടത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറഅ, ഒരു കാര്യത്തിൽ തിരിച്ചു മല്ലടിക്കുന്നവനല്ല, അല്ലെങ്കിൽ തിരിച്ച് ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കും തിരിച്ച് കോപിതനായി തിരിച്ച് പ്രതികരിക്കുന്നവനല്ല ശക്തൻ. മറിച്ച് ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, മറിച്ച് ദേഷ്യമുണ്ടാകുന്ന, കോപിതനാകുന്ന അവസ്ഥയിൽ സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേതേത് വിഷയത്തിലും, അത് ദേഷ്യത്തിന്റെ വിഷയത്തിലാകട്ടെ മറ്റേതേത് വിഷയത്തിലും സ്വന്തം നഫ്സിനെ കീഴ്പ്പെടുത്തുന്നവനാണ് ശക്തൻ. അല്ലെ, രാത്രി എണീറ്റുകൊണ്ട് നമസ്കരിക്കുക എന്ന് പറയുന്നത് അത് സ്വന്തം നഫ്സിനെ കീഴ്പ്പെടുത്തേണ്ടതുണ്ട്. 5 നേരം കൃത്യമായി നമ്മൾ നമസ്കരിച്ച് കൃത്യമായി അല്ലാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റണമെങ്കിൽ നമ്മളുടെ നഫ്സിനെ കീഴ്പ്പെടുത്തേണ്ടതുണ്ട്. അവിടെയാണ് രാത്രി എണീക്കുവാൻ ഒരിക്കലും അത് സമ്മതിക്കുകയില്ല, മറിച്ച് നമ്മൾ ജിഹാദ് ചെയ്തുകൊണ്ട് നമ്മളുടെ നഫ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് കടന്നു വരണം. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വന്തം നഫ്സിനെ കീഴ്പ്പെടുത്തുന്നവനാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട്, അങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് എന്താ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ആ പിശാചിന്റെ ചില കാര്യങ്ങൾ, വസ്വാസുകൾ നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോ അല്ലാഹുവിനോട് നിങ്ങൾ ശരണം തേടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റേ ഹദീസ് കാണാം, വഇദാ ഗളിബ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും കോപം വന്നാൽ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഫൽയസ്കുത്, നിങ്ങൾ മിണ്ടാതിരിക്കുക. മറ്റു ഹദീസ് കാണാം, ഇദാ ഗളബ അഹദുക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും കോപമുണ്ടായി കഴിഞ്ഞാൽ വഹുവ ഖായിമുൻ, നിങ്ങൾ എണീറ്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുക, ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മാറുക എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഏറ്റവും നല്ലൊരു വാക്ക് നമുക്ക് കാണാം, ഇന്ന അഫ്ളല ഐശിൻ അദ്റക്നാഹു ബിസ്
അദ്ദേഹം പറയാണ് ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതമെന്നുള്ളത് അത് ബിസ്സുബ്ർ, അത് ക്ഷമയോടുകൂടിയുള്ള ജീവിതമാണ്. വലൗ അന്ന الصبر كان من الرجال كان كريما, ആളുകളിൽ ക്ഷമയുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ ആളുകളും മാന്യനാകുമായിരുന്നല്ലോ എന്ന് മഹാനായ അബൂ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ രൂപത്തിൽ അതിനെ നാം കാണേണ്ടതുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അലാ, നിങ്ങൾ അറിയണം, മനുഷ്യരെ നിങ്ങൾ അറിയണം, ഇന്ന الصبر, തീർച്ചയായും ക്ഷമ എന്നുള്ളത് മിനൽ ഈമാനി ബിമൻസിലത്തി الرأس من الجسد, ഒരു ശരീരത്തിൽ തല എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അതുപോലെയാണ് ഈമാനിന് ക്ഷമ എന്നുള്ളത്. വഇദാ ഖുതിഅ الرأس, ഇനി ഒരു മനുഷ്യന്റെ തല വെട്ടിക്കഴിഞ്ഞാൽ ബഅദൽ ജസദ്, അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ തല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? ശരീരം ഒന്നിനും കൊള്ളാത്തതായി മാറുന്നു, ജീവനില്ലാത്തതായി മാറുന്നു. ثم رفع صوته فقال, എന്നിട്ട് അലി ഇബ്നു റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എന്നാണ്, അലാ, അതുപോലെ തന്നെ നിങ്ങൾ അറിയുക, ഇന്നഹു ലാ ഈമാന ലിമൻ ലാ സബ്റ, അതുപോലെ തന്നെയാണ് ഒരു ശരീരത്തിന് തലയില്ലാത്തതുപോലെയായി മാറും ഈമാനിൽ ക്ഷമയില്ലെങ്കിൽ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ വിഷയം ആ രൂപത്തിൽ ക്ഷമയോടുകൂടി, കോപം അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പക്വതയോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് സൽസ്വഭാവമാണ്. ആ സൽസ്വഭാവത്തിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ് ക്ഷമ എന്നുള്ളത്. കോപത്തെ അടക്കി പിടിക്കുക എന്നുള്ളത് അത് വിശ്വാസികളിൽ ഉണ്ടാകേണ്ട ഒരു വലിയ സ്വഭാവമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ 6-ാം വർഷം മദീനയുടെ അതിർത്തികളിലേക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ അയക്കുമായിരുന്നു. ഇന്ന് പെട്രോളിങ്ങിനൊക്കെ ആളുകളെ അയക്കൂലേ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ അയക്കുമായിരുന്നു. അങ്ങനെ അയച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നജ്ദിന്റെ ഭാഗത്തേക്കാണ് സ്വഹാബികളെ അയക്കുന്നത്. അങ്ങനെ അയക്കുന്ന സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾ അവിടെ വെച്ച് പിടികൂടാണ്. സുമാമത്ത് ഇബ്നു ഉസാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം യമാമയിലെ യമാമക്കാരുടെ രാജാവാണ് സുമാമ. ഈ സുമാമത്ത് ഇബ്നു ഉസാൽ എന്ന മനുഷ്യനെ പിടിച്ചുകൊണ്ടുവരാ. എന്നിട്ടോ കൊണ്ടുവന്നുകൊണ്ട് അൽ മസ്ജിദ്, മദീനയിലെ മസ്ജിദിൽ, പള്ളിയുടെ തൂണിൽ അദ്ദേഹത്തെ കെട്ടിയിടാൻ. കാരണം അദ്ദേഹം ഒരുപാട് സ്വഹാബികളെ വധിച്ച മനുഷ്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ വേണ്ടി പദ്ധതികളിട്ട ഒരു രാജാവാണ്. അങ്ങനെ അദ്ദേഹത്തെ മദീനയിലേക്ക് കൊണ്ടുവന്നു, അവിടെ തുറങ്കിലടച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകുമായിരുന്നു. വളരെ മാന്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമത്ത് ഇബ്നു ഉസാൽ എന്ന് പറഞ്ഞ മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറുമായിരുന്നു. വളരെ മാന്യമായ റസൂലുള്ളാഹി ആരാണ് റസൂലിനെ വധിക്കുവാൻ വന്ന ഒരു മനുഷ്യന്റെ അടുത്ത് റസൂൽ ഏറ്റവും മാന്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ആദ്യ ദിവസം വളരെ മോശമായി തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറി. ആ ഭക്ഷണം തട്ടിക്കളം. രണ്ടാമത്തെ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യരുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. ഏറ്റവും മാന്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പെരുമാറാം. ഭക്ഷണം അന്നും അദ്ദേഹം തട്ടിക്കളഞ്ഞു. വളരെ മോശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറാം. മൂന്നാമത്തെ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലാൻ വളരെ മാന്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ. അന്നും അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, അത്ലിഖൂ സുമാമയെ നിങ്ങൾ അഴിച്ചുവിടുക. സ്വഹാബികൾ അത്ഭുതപ്പെടും, പിടിച്ചൊരു വ്യക്തി എങ്ങനെയാണ് അഴിച്ചുവിടുക? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ പദ്ധതിയിട്ട ഒരുപാട് സഹാബികൾ, റസൂലുള്ളാഹിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബികളെ വധിച്ചു കളഞ്ഞ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ അഴിച്ചുവിടാനോ എന്താണ് ഈ പറയുന്നത്? പക്ഷെ അത് റസൂലിന്റെ കൽപ്പനയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിധേയമായി സ്വഹാബികൾ അദ്ദേഹത്തെ അഴിച്ചുവിട്ട ഉടൻ ആ മനുഷ്യൻ അവിടെ നിന്ന് പോകാണ്. സുമാമ അവിടെ നിന്ന് അങ്ങനെ പോകാണ്. അങ്ങനെ പോയിക്കൊണ്ട് ഖരീബിൻ മിനൽ മസ്ജിദ്, പള്ളിക്കടുത്തുള്ള ഒരു ഈത്തപ്പന തോട്ടത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയും അവിടെ നിന്നുള്ള അരുവികളിൽ നിന്ന് അദ്ദേഹം അദ്ദേഹം അവിടെ നിന്ന് കുളിച്ചു. മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തെ അഴിച്ചുവിട്ടപ്പോൾ അദ്ദേഹം ചെയ്തത് നേരെ നടന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ഈത്തപ്പന തോട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ അദ്ദേഹം കുളിച്ചു. എന്നിട്ട് തിരിച്ചു അദ്ദേഹം പള്ളിയിലേക്ക് തിരിച്ചു വരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വഹാബികൾ അമ്പരന്ന് കൊണ്ട് നോക്കാണ് ഇദ്ദേഹം എന്തിനാണ് വരുന്നത്. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് പറയണം, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അവിടെ വെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ആലോചിക്കേണ്ടത് എന്താണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? എന്നിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം പറയണം, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ്, വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, മാ കാന അലൽ അർളി വജ്ഹൽ അർളി അബ്ഗള ഇലയ്യ, ഈ ഭൂമിയിൽ മിൻ വജ്ഹിക, നിന്റെ മുഖത്തേക്കാൾ എനിക്ക് ദേഷ്യമുള്ള മറ്റൊരു മുഖമുണ്ടായിരുന്നില്ല മുഹമ്മദ്. ഫഖദ് അസ്ബഹ വജ്ഹക അഹബ്ബു വജ്ഹി ഇലൈഹി, എന്നാൽ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിന്റെ മുഖമാണ്. അല്ലാഹുവാണ് സത്യം, മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക്, നിന്റെ ദീനിനോളം എനിക്ക് വെറുപ്പുണ്ടായിരുന്ന ഒരു ദീൻ ഉണ്ടായിരുന്നില്ല മുഹമ്മദ്. എന്നാൽ ഇന്ന് ഫഖദ് അസ്ബഹ ദീനിക അഹബ്ബു ദീനി ഇലൈഹി, എന്നാൽ ഇന്ന് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് നിന്റെ ദീനാണ് മുഹമ്മദ് എന്ന് ആ മനുഷ്യൻ പറയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എത്രമാത്രം നല്ലതായിരിക്കും എന്ന് നാം ഒന്ന് ചിന്തിക്കുക. പ്രിയമുള്ളവരെ, അതുമാത്രം നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക. ഇതൊരു വലിയ പാഠമാണ്. ഇൽമുള്ള അനാത്തുള്ള ആളുകളായി നാം മാറേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല വ്യക്തികളായി മാറി സൽസ്വഭാവികളായി നാളെ മീസാനിൽ കനം തൂങ്ങുന്ന സൽസ്വഭാവത്തിന്റെ ഉടമകളായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമുക്കിടയിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ അവരുടെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം പള്ളിക്കാട്ടിലെ ഖബറിൽ ആരോരുമില്ലാതെ കിടക്കേണ്ടവരാണ്. നമ്മളുടെയും ബർസഖ് ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമുക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന, മാനസികമായും ശാരീരികമായും രോഗങ്ങൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എന്നും നമ്മളുടെ പള്ളികളിലേക്ക് വരുന്ന, ഇന്നും നമ്മളുടെ പള്ളിയിലുള്ള ഒരു വ്യക്തിയുടെ ഉമ്മ ആഴ്ചകളായി മെഡിക്കൽ കോളേജിലാണ്. അല്ലാഹു ആ ഉമ്മക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. അവർക്കൊക്കെ എന്താണോ ഏറ്റവും ഖൈറായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കത് നൽകുമാറാകട്ടെ. റബ്ബനാ അജ്ർനാ മിനൻ നാർ, റബ്ബനാ അജ്ർനാ മിനൻ നാർ, റബ്ബനാ അജ്ർനാ വ അജ്ർ വാലിദൈനാ മിനൻ നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന